ആഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് സർവകലാശാലകളോട് വീണ്ടും ആവർത്തിച്ച് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. സ്വീകരിച്ച നടപടികൾ റിപ്പോർട്ടായി നൽകണമെന്നും രാജ്ഭവൻ ആവശ്യപ്പെട്ടു. പരിപാടി സംഘടിപ്പിക്കാൻ പാടില്ല എന്ന് സർക്കാർ നിർദ്ദേശം നൽകി. ഗവർണറുടെ നിർദ്ദേശപ്രകാരം വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള നിർദ്ദേശം KTU അതിന് കീഴിലുള്ള കോളേജുകൾക്ക് നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ആവശ്യം 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്. സംഘപരിവാർ അജണ്ടയാണ് ഇതിന് പിന്നിലെന്ന വിമർശനം അന്ന് തന്നെ ഉയർന്നു വന്നതാണ്. സർവകലാശാലകളിലും ഇത് ആചരിക്കണമെന്നാണ് BJP നിയോഗിച്ച ചാൻസലർമാരുടെ ചുമതലയുള്ള ഗവർണർമാർ ആവശ്യപ്പെട്ടത്. കേരളത്തിലെ സർവകലാശാലകളിൽ പരിപാടി നടത്തണമെന്ന ആവശ്യം ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുന്നോട്ട് വെച്ചിരുന്നു. വലിയ വിമർശനങ്ങളുണ്ടായെങ്കിലും പരിപാടി നടത്തണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കത്ത് നൽകിയിരിക്കുകയാണ് ചാൻസലർ. എന്തൊക്കെ പരിപാടികൾ സംഘടിപ്പിച്ചുവെന്ന് അറിയിക്കണമെന്നും രാജ്ഭവൻ നൽകിയ കത്തിൽ പറയുന്നുണ്ട്. ഗവർണറുടെ തീരുമാനത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നു. ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ തെറ്റാണ് ഇത്. രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാർ അജണ്ട കേരളത്തിലെ ഗവർണർ നടപ്പാക്കരുത്. നടപ്പാക്കിയാൽ അതിനെ ശക്തിയായി ഞങ്ങൾ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരും ഒരു തരത്തിലും പിന്നോട്ടില്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ അത്തരം പരിപാടികൾ നടത്തേണ്ടതില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്. അതിനിടെ വിഭജന ഭീതി ദിനം ആചരിക്കാൻ KTU PRO പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം നൽകി. VCയുടെ നിർദ്ദേശപ്രകാരമാണ് കത്തെന്നും PRO വ്യക്തമാക്കിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.